കൊടുങ്ങല്ലൂരിൽ CPI-യിൽ കൂട്ടരാജി. ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങളും നഗരസഭാ കൗൺസിലർ സ്ഥാനവും രാജിവെച്ചു. മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. ഇതോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDF ഭരണം പ്രതിസന്ധിയിലായി. സുരജ് സജി ചേരുന്നു. സുരജ്, CPI-യിലെ പ്രതിസന്ധി ഈ കോർപ്പറേഷനിലെ ഭരണത്തെ പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് ഈ പൊട്ടിത്തെറിക്ക് പ്രധാന കാരണം? കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ CPI-യുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 20ഓളം പേരാണ് നിലവിൽ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. അതോടൊപ്പം തന്നെ രണ്ട് കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ സ്ഥാനം രാജിവെക്കുകയാണെന്ന് കാണിച്ച് പാർട്ടിക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇവർ ഈ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 44 അംഗങ്ങളാണുള്ളത്. അതിൽ 22 പേർ LDF ആണ്. BJPക്ക് 21 സീറ്റും ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇവിടെ ഈ നഗരസഭാ ഭരണം LDF പിടിച്ചെടുത്തത്. സ്വാഭാവികമായും 2 അംഗങ്ങൾ രാജിവെച്ചാൽ അത് ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ബിനിൽ, രവീന്ദ്രൻ നടുമുറി എന്നീ കൗൺസിലർമാരാണ് രാജിവെക്കുന്നത് കാണിച്ച് നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി ഈ കൊടുങ്ങല്ലൂരിലെ പാർട്ടിയിൽ തുടരുന്ന വിഭാഗീയത അല്ലെങ്കിൽ വിള്ളലാണ് ഈ കൂട്ടരാജിയിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ഡലം കമ്മിറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. ഈ പിരിച്ചുവിട്ട നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് എന്തായാലും ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും രാജിവെച്ചിരിക്കുന്നത്. CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറി ആയിക്കൊണ്ട് അടുത്ത കാലത്താണ്, അതായത് കഴിഞ്ഞ സമ്മേളന കാലത്താണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. 2 കമ്മിറ്റികൾ വിഭജിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ഈ ആഭ്യന്തര കലഹത്തെ തുടർന്ന് ഇപ്പോൾ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടു സംസ്ഥാന കമ്മിറ്റി. അതേ തുടർന്ന് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിലും ഇതുപോലെ ഒരു വിഭാഗം നേതാക്കൾ കൂട്ടരാജി വെച്ചതിന് തൊട്ട് പിന്നാലെ ഈ കൊടുങ്ങല്ലൂരിലും ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ CPI-ക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം പോലും വലിയ ചർച്ചയാകുന്ന വേളയിൽ CPI-യിലെ പൊട്ടിത്തെറി വലിയ ചർച്ചയാകുന്ന കാര്യത്തിൽ സംശയമില്ല.